നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയാണ് മരിച്ചത്. 65 വയസ്സുകാരിക്കാണ് വീണ്ടും പാമ്പ് കടിയേറ്റ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് മൂർഖം പാമ്പിന്റെ കടിയേറ്റത് ഇന്ദിരയ്ക്ക്. നാട്ടുകാർ ഉടൻ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ആന്റിവെനം നൽകിയിരുന്നു എങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ഭയാനകം. എന്തായാലും പാമ്പ് കടിയേറ്റുള്ള മരണമൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പാമ്പ് കടിയേറ്റ് സംഭവിക്കുന്ന 2ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കായംകുളത്ത് 42കാരി പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ആഴ്ച തന്നെ എടുത്താൽ പാമ്പ് കടിയേറ്റ് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. 8 വയസ്സുള്ള കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ വീട്ടമ്മ മരിച്ചിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം മറ്റൊരു വീട്ടമ്മ മരിച്ചിരുന്നു. ഇങ്ങനെ പാമ്പ് കടിയേറ്റുള്ള മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പാമ്പ് കടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രിയിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കും. പാമ്പ് കടിയേറ്റാൽ സംയോജിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിനാൽ ആന്റിവെനം ലഭ്യമല്ലാത്ത ആശുപത്രികളിൽ പോയി സമയം കളയരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. ചില സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും പാമ്പ് കടി ചികിത്സയ്ക്കുള്ള ആന്റി സ്നേക്ക് വെനം ലഭ്യമാണ്. അവിടെ ആന്റി സ്നേക്ക് വെനം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുക. മാത്രമല്ല, പാമ്പ് കടിയേറ്റ് വരുന്ന വിവരം ആശുപത്രിയെയും അറിയിക്കാനാകും. ആവശ്യമായവർ 108 എന്ന നമ്പറിൽ വിളിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ പാമ്പ് കടി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗം കൂടിയിരുന്നു. ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് യോഗം കൂടിയത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. പാമ്പ് കടിയേറ്റ് വരുന്നവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. 108 ടീമിനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ ലാബ് പരിശോധനകൾ അടിസ്ഥാനമാക്കി പ്രോട്ടോകോൾ പ്രകാരമാണ് ആന്റി സ്നേക്ക് വെനം നൽകുക. എല്ലാ ആശുപത്രികളും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം വലിയ രീതിയിൽ വാർത്തയായതാണ്. ആശുപത്രിക്കെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലായിരുന്നു കുട്ടിയെ ആദ്യം എത്തിച്ചിരുന്നത്. ആശുപത്രിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന ഒരു ആരോപണമൊക്കെ ശക്തമായിരുന്നു. മാത്രമല്ല, കുട്ടിയുടെ ബന്ധു മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മലയാളി വാർത്തയോട് വിശദീകരിച്ചിരുന്നു. ആ ബന്ധുവിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. രാവിലെ അറിയുന്നത് വെച്ചാൽ ഞാൻ ജോലിക്കിങ്ങനെ പോകാറിയപ്പോഴത്തേക്ക് ഇങ്ങനെ അനുവിൻ്റെ മോനെ പാമ്പ് കടിച്ച് എന്ത് പറ്റിയത്, രാത്രി പാമ്പ് കടിച്ച് ആശുപത്രി മരണപ്പെട്ടെന്ന്. അപ്പം നമ്മളിവിടെ നിന്ന് അന്വേഷിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ അച്ചാമ്മയും മോനോട് തറയിൽ കിടക്കുകയായിരുന്നു. തറയിൽ കിടന്ന് അപ്പോൾ ഇതാ കാണുന്ന സൈഡിൽ കൂടെ അവിടെയായിരുന്നു കടിച്ചത്. അപ്പോൾ സംഭവം ഇത് പോയില്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം പൊളിച്ച് മാറ്റി. ഈ കല്ലും ഇവിടെ കുറേ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം എല്ലാം പൊളിച്ച് മാറ്റി ആ കല്ലൊക്കെ പറക്കി മാറ്റിയപ്പോഴാണ് പാമ്പ് മൂർഖനാണെന്നുള്ള നമ്മളെ വിശ്വാസം. അകത്ത് അപ്പോൾ പുറത്തിൻ്റെ വാല് ഇങ്ങനെ പോകണമുണ്ടായിരുന്നു. അപ്പം നമ്മൾ എൻ്റെ അളിയനും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ അടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് സംഭവം ഇത് കയറി പൊക്കളഞ്ഞു. അപ്പോൾ ഇതിലേക്ക് കൂടെ കയറി അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കയറി. പിന്നെ നമ്മളത് മെഷീൻ അടിക്കറി ഇരുന്ന് പിന്നെ അതിനെ അപ്പോൾ അത് അപ്പുറത്തൊരു പൊത്ത് പോകാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതിനെ നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇവിടെയും കുത്തി നിർത്തി അടിച്ച് ബാലിലും കുത്തി തല വെളിയിലായിരുന്നു. അപ്പം അങ്ങ് നമുക്ക് അപ്പുറത്ത് പോയി എല്ലാം പറക്കി മാറ്റി ചെന്നപ്പോഴത്തേക്ക് അത് ചീറാൻ വരുന്നത്. മൂക്കൻ്റെ സ്വഭാവങ്ങളൊക്കെ അറിയാം. അത് കൊത്താണല്ലോ. പിന്നെ അതിനെ ഈ വേറൊരു തടി കഷ്ണം എടുത്ത് നമ്മളൊരു പയ്യുണ്ട്. അവിടെ തല ഇടിച്ച് അവിടെ ഇടിച്ചങ്ങ് നിർത്തി. അതുകൊണ്ട് അവിടെ ആദ്യം കഴിയും. അവൻ ഇടിച്ചങ്ങ് നിർത്തി പിന്നെ കൊന്ന് എടുത്താണ് ഇവിടെ കൊണ്ടിട്ട് നമ്മളൊരു ഡബ്ബയ്ക്കകത്താക്കി ഇട്ടേക്ക്. ഇല്ല, അതാ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒറ്റ കുട്ടിയാണോ? 2 പേര്, ഒരാണും ഒരു പെണ്ണും. 8 വയസ്സുള്ള 8-9 വയസ്സ്. അതിൻ്റെ ഇളയതാണ് മോള്. എന്തായിരുന്നു ശരിക്കും അറിഞ്ഞത്? കുട്ടി എന്ത് പറഞ്ഞു എന്നാണ്? കുട്ടി ഇങ്ങനെ രാത്രി ചൊറിയുകയും അപ്പം ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് കിടന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ എന്താണ് സംഭവം, പാമ്പ് കടിക്കുന്ന ആരും പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നീരാവും, ഞാൻ ചൊറിഞ്ഞ നീരായി, ബ്ലഡും ഉണ്ടായി. അങ്ങനെയാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ പല്ല് താന്നുള്ളതാണ് എൻ്റെ ഇത്.
അപ്പോൾ കുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു ഈ ആശുപത്രി അധികൃതർ അവർ വേണ്ട രീതിയിലൊരു ഗൗരവത്തോടെ എടുത്തില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അല്ലാതൊന്നും അറിഞ്ഞില്ല. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം അങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വന്ന് അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം വീടിന്റെ അവസ്ഥ. അപ്പോൾ വീടിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇതൊരു കുടികിടപ്പ് അവകാശമുള്ള ഇതിൽ കിട്ടിയതാണ്. അപ്പം ഈ അതിൻ്റെ അമ്മയ്ക്ക് പേരിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം അവർ എഴുതി കൊടുത്തിട്ടുണ്ടാവുമെന്ന് പറയണം. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്കറിയില്ല. വീടിന് വേണ്ടി വീടിന്റെ കാര്യമൊന്നും പറയാറില്ല. അറിയില്ല. ഇത്രയും അവസ്ഥയിലൊരു വീട്ടിൽ അപ്പോൾ ശ്രമിച്ചിരുന്നില്ല വീടിന് വേണ്ടി? വീടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവർ വളരെ ലോയിലുള്ള ഇതാണ്. അതായത് ഇപ്പം അവൻ പോയി എന്തെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. കുട്ടിയുടെ പിതാവിന് എന്ത് ചെയ്തു? അവൻ ഫാബ്രിക്കേഷൻ്റെ ഇതൊക്കെയാണ്. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? മോളിപ്പം ഇവിടെ അല്ല നമ്മളിവിടെ ഇരിക്കും, മേടയിൽ കമ്പ്യൂട്ടർ സെൻ്ററിൽ ഇരിക്കുന്നുണ്ട്. ഇളയ കുട്ടിയാണ് ഇപ്പോൾ മരണപ്പെട്ടത് മൂത്തതാണ്. മൂത്തയാണ്. ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്? സ്കൂള് നോബൽ സ്കൂൾ. അപ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ കുഞ്ഞു കുട്ടിൻ്റെ വിയോഗത? വളരെ വിഷമമുണ്ടാകുന്നു കേട്ടപ്പോൾ തന്നെ നമ്മളല്ലാതെ പോയത്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഓടിയാലൊന്നും ചെയ്യാനായിട്ട് ആരും ഇല്ല. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ ഒരു കുട്ടീൻ്റെ മരണം കൊടുത്താറുണ്ട്, ഇതുപോലെ വീട്ടിൽ ധരിച്ച്. അത് ഇത് നമ്മുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ടാകുന്ന ഒരു വേദന അത് വലുതായിരുന്നു. പിന്നെ ഇന്നലെ അവൻ ഈ വർഷം ഉത്സവത്തിനൊക്കെ ഞാൻ കാണാറില്ല. അങ്ങനെ ഈ വർഷം ഉത്സവത്തിന് നമ്മളിവിടെ രാജരാജ ടെമ്പിൾ ഉത്സവത്തിന് ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കരമായിട്ട് ഉമ്മൊക്കെ ചെയ്തിട്ട് പോയ മോനാണ്. അവസാനമായിട്ട് കാണാം, പിന്നെ കണ്ടിട്ടില്ല. അപ്പം അത്രയും നമുക്ക് മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. നമുക്ക് കരഞ്ഞു നിർത്തിട്ട് കാര്യമില്ല, മനസ്സിനകത്ത് നല്ല വിഷമമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ വീടിന് എന്തെങ്കിലും അധികാരികളോട് പറയുന്നുണ്ടോ? ഇത് കാണുന്ന അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അധികാരികൾ ആരായിരുന്നില്ല, ഇത് കാണുന്ന നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയൊരു കൊച്ചും കൂടെ ഉണ്ട്. അപ്പം അവർ ഈ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു സംഭവിച്ച സ്ഥിതിക്ക് ആരെങ്കിലും നന്മ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്കും വന്ന് എന്തെങ്കിലും ചെയ്യാം. ഒരു വീടിന് വേണ്ടിയിട്ട് അവർക്ക് കെട്ടുറപ്പുള്ളൊരു വീട്. അപ്പം ആ പയ്യനെ കൊണ്ട് വലിയ ഇതൊന്നും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളും കുടുംബമായിട്ട് ജീവിക്കുന്നത്, നമ്മളും ആ ഒരു ഇതിലൊക്കെ പോകുന്നതാണ്. നമ്മളും വലിയ സാമ്പത്തികമായിട്ടൊന്നുള്ള ആൾക്കാരല്ല. പക്ഷെ ഇത് പിന്നെ ഇങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ കാണുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് സഹായിക്കാൻ മനസ്സുണ്ടാവണമെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പറയും. ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കാരണം 9 വയസ്സായ മോനെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിച്ചാടി നടന്ന് അവൻ ഇനി എന്തെല്ലാം ഇതിലെത്തേണ്ട ആളായിരുന്നു. അങ്ങനെയൊക്കെ ഇതായതാണ് പ്രതീക്ഷിക്കാത്ത